നമസ്കാരം. വോയേജ് ടു സക്സസ് ഫോർ PSCയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഡിഗ്രി ലെവൽ പ്രിലിമിനറിയുടെ ഒരു പ്രധാന ടോപ്പിക്കാണ് സയൻസ് ആൻഡ് ടെക്നോളജി. ഈ ഭാഗത്തു നിന്നും എക്സാമിന് പ്രതീക്ഷിക്കാവുന്ന വളരെ സെലക്റ്റഡ് ആയിട്ടുള്ള 35 പ്രധാനപ്പെട്ട ചോദ്യങ്ങളുമായാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയിട്ടുള്ളത്. ഓൾറെഡി പഠിച്ചവരാണെങ്കിൽ ഒരു റിവിഷനായിട്ട് ഈ ക്ലാസ്സിനെ കാണാം. തുടക്കക്കാരാണെങ്കിൽ ഈ ടോപ്പിക്കിൽ എന്തു പഠിക്കണം എന്നറിയാത്ത കൂട്ടുകാരാണെങ്കിൽ സ്കിപ്പ് ചെയ്യാതെ കാണുക, പഠിക്കുക. നിങ്ങൾക്ക് വളരെയേറെ ഉപകാരപ്പെടും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇവിടെ ഞാൻ കൊടുത്തിട്ടുള്ളത് ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള വിഷയങ്ങളാണ്. അതായത് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ തന്നെ ഈ കാണുന്ന വിഷയങ്ങളിൽ നിന്നാണ് ഞാൻ 35 ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ഡിസ്കസ് ചെയ്യാം. ദേശീയ സാങ്കേതിക വിദ്യാ ദിനം എന്നാണ്? മെയ് 11. ദേശീയ സാങ്കേതിക വിദ്യാ ദിനം എന്നാണ്? മെയ് 11. ശാസ്ത്ര സാങ്കേതിക രംഗത്തെ ഉന്നത വിദ്യാഭ്യാസത്തിനു വേണ്ടി രൂപീകരിച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? IITകൾ. ശാസ്ത്ര സാങ്കേതിക രംഗത്തെ ഉന്നത വിദ്യാഭ്യാസത്തിനു വേണ്ടി രൂപീകരിച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അറിയപ്പെടുന്ന പേരാണ് IITകൾ. ഇന്ത്യയിലെ ആദ്യത്തെ IIT സ്ഥാപിച്ച സ്ഥലം ഏതാണ്? ഖരഗ്പൂർ. 1951 ഇത് സ്ഥാപിക്കപ്പെടുന്നത്. പശ്ചിമ ബംഗാളിൽ. ഇന്ത്യയിലെ ആദ്യത്തെ IIT സ്ഥാപിച്ച സ്ഥലമാണ് ഖരഗ്പൂർ. പശ്ചിമ ബംഗാളിലെ ഖരഗ്പൂരിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ IIT സ്ഥാപിച്ചത് 1951. IITകളുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? മൗലാന അബ്ദുൽ കലാം ആസാദ്. മൗലാന അബ്ദുൽ കലാം ആസാദാണ് IITയുടെ പിതാവ് എന്ന് അറിയപ്പെടുന്നത്. 3000-ഓളം വരുന്ന സയൻറ്റിസ്റ്റുകളുടെ കൂട്ടായ്മ അറിയപ്പെടുന്ന പേര് എന്താണ്? ഇന്ത്യൻ സയൻസ് കോൺഗ്രസ് അസോസിയേഷൻ. 3000-ഓളം വരുന്ന സയൻറ്റിസ്റ്റുകളുടെ കൂട്ടായ്മ അറിയപ്പെടുന്ന പേരാണ് ഇന്ത്യൻ സയൻസ് കോൺഗ്രസ് അസോസിയേഷൻ. ഇന്ത്യൻ സയൻസ് കോൺഗ്രസ് സ്ഥാപിക്കപ്പെട്ട വർഷം എന്നാണ്? 1914. 1914 ഇന്ത്യൻ സയൻസ് കോൺഗ്രസ് സ്ഥാപിക്കപ്പെട്ടത്. നെക്സ്റ്റ്, 2021 എത്രാമത്തെ സയൻസ് കോൺഗ്രസ് ആണ് നടക്കാൻ പോകുന്നത്? 108ാമത്തെ. 108ാമത്തെ സയൻസ് കോൺഗ്രസ് ആണ് 2021 നടക്കാൻ പോകുന്നത്. നെക്സ്റ്റ്, 2021 സയൻസ് കോൺഗ്രസിന് വേദി എവിടെയാണ് നിശ്ചയിച്ചിരിക്കുന്നത്? പൂനെ. 2021 സയൻസ് കോൺഗ്രസിൻ്റെ വേദിയാണ് പൂനെ. 2021 108ാമത് ഇന്ത്യൻ സയൻസ് കോൺഗ്രസ് പ്രമേയം എന്താണ്? സയൻസ് ആൻഡ് ടെക്നോളജി ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് വിത്ത് വുമൺ എംപവർമെൻറ്റ്. 2021 108ാമത് ഇന്ത്യൻ സയൻസ് കോൺഗ്രസിൻ്റെ തീം അല്ലെങ്കിൽ പ്രമേയം എന്താണ്? സയൻസ് ആൻഡ് ടെക്നോളജി ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് വിത്ത് വുമൺ എംപവർമെൻറ്റ്. നെക്സ്റ്റ്, 107ാമത് ഇന്ത്യൻ സയൻസ് കോൺഗ്രസിന് വേദിയായ നഗരം ഏത്? ബാംഗ്ലൂർ. ബാംഗ്ലൂരിലെ യൂണിവേഴ്സിറ്റി ഓഫ് അഗ്രികൾച്ചർ സയൻസ്
ഇവിടെയാണ് 107ാമത് ഇന്ത്യൻ സയൻസ് കോൺഗ്രസിന് വേദിയായ നഗരം. 2020 ജനുവരി 3-നാണ് 107ാമത് ഇന്ത്യൻ സയൻസ് കോൺഗ്രസ് നടന്നത്. 107ാമത് സയൻസ് കോൺഗ്രസ് സമ്മേളനത്തിൻ്റെ പ്രമേയം അല്ലെങ്കിൽ തീം എന്താണ്? സയൻസ് ആൻഡ് ടെക്നോളജി റൂറൽ ഡെവലപ്മെൻറ്റ്, അല്ലെങ്കിൽ ശാസ്ത്രവും സാങ്കേതിക വിദ്യയും ഗ്രാമീണ വികസനവും. സയൻസ് ആൻഡ് ടെക്നോളജി റൂറൽ ഡെവലപ്മെൻറ്റ് എന്നതാണ് 107ാമത് നടന്ന സയൻസ് കോൺഗ്രസ് സമ്മേളനത്തിൻ്റെ പ്രമേയം. 107ാമത് സയൻസ് കോൺഗ്രസ് ഉദ്ഘാടനം ചെയ്തത് ആരാണ്? നരേന്ദ്രമോദിയാണ് 107ാമത് സയൻസ് കോൺഗ്രസ് ഉദ്ഘാടനം ചെയ്തത്. നെക്സ്റ്റ്, 100ാമത് സയൻസ് കോൺഗ്രസിൻ്റെ വേദി എവിടെയായിരുന്നു? കൊൽക്കത്തയിലായിരുന്നു 100ാമത് സയൻസ് കോൺഗ്രസിൻ്റെ വേദി. പ്രഥമ സയൻസ് കോൺഗ്രസ് വേദി എവിടെയായിരുന്നു? അതും കൊൽക്കത്തയിലായിരുന്നു. കൊൽക്കത്തയിൽ 1914 പ്രഥമ സയൻസ് കോൺഗ്രസ് സ്റ്റാർട്ട് ചെയ്തത്. ഭാരത സർക്കാർ സയന്റിഫിക് പോളിസി റെസൊല്യൂഷൻ തയ്യാറാക്കിയ വർഷം എന്നാണ്? 1958. 1958 ഭാരത സർക്കാർ സയന്റിഫിക് പോളിസി റെസൊല്യൂഷൻ തയ്യാറാക്കിയത്. സയന്റിഫിക് റെസൊല്യൂഷൻ പോളിസി തയ്യാറാക്കിയ സമയത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു ആയിരുന്നു സയന്റിഫിക് റെസൊല്യൂഷൻ പോളിസി തയ്യാറാക്കിയ സമയത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി. ടെക്നോളജി പോളിസി സ്റ്റേറ്റ്മെന്റ് നിലവിൽ വന്ന വർഷം, അതായത് ടെക്നോളജി പോളിസി സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ TPS നിലവിൽ വന്ന വർഷം 1983. ടെക്നോളജി പോളിസി സ്റ്റേറ്റ്മെന്റ് അഥവാ TPS നിലവിൽ വന്ന വർഷമാണ് 1983. സയൻസ് ആൻഡ് ടെക്നോളജി പോളിസി നിലവിൽ വന്ന വർഷം എന്നാണ്? 2003. സയൻസ് ആൻഡ് ടെക്നോളജി പോളിസി നിലവിൽ വന്ന വർഷം 2003. 2010-2020 വരെയുള്ള പീരിയഡിനെ നവീകരണത്തിൻ്റെ ദശകമായി പ്രഖ്യാപിച്ച പ്രധാനമന്ത്രി ആര്? മൻമോഹൻ സിംഗ് ആണ് 2010 മുതൽ 2020 വരെയുള്ള പീരിയഡിനെ നവീകരണത്തിൻ്റെ ദശകമായി പ്രഖ്യാപിച്ചത്. നെക്സ്റ്റ്, സയൻസ്, ടെക്നോളജി ആൻഡ് ഇന്നൊവേഷൻ പോളിസി നിലവിൽ വന്നത് എന്നാണ്? 2013. അതായത് സ്റ്റിപ്പ് അല്ലെങ്കിൽ സയൻസ് ആൻഡ് ടെക്നോളജി ഇന്നൊവേഷൻ പോളിസി നിലവിൽ വന്നത് എന്നാണ്? 2013. നാഷണൽ സയൻസ് ആൻഡ് ടെക്നോളജി ഇന്നൊവേഷൻ ഒബ്സർവേറ്ററി സ്ഥാപിക്കുന്നതിനെ കുറിച്ച് നിർദ്ദേശിക്കുന്ന നയം ഏതാണ്? സ്റ്റിപ്പ് 2020. സ്റ്റിപ്പ് 2020 നാഷണൽ സയൻസ് ആൻഡ് ടെക്നോളജി ഇന്നൊവേഷൻ ഒബ്സർവേറ്ററി സ്ഥാപിക്കുന്നതിനെ കുറിച്ച് നിർദ്ദേശിക്കുന്ന നയം ഉണ്ടായിട്ടുള്ളത്. കേന്ദ്ര സയൻസ് ആൻഡ് ടെക്നോളജി വകുപ്പ് രൂപീകൃതമായ വർഷം 1971 മെയ്. 1971 മെയ്യിലാണ് കേന്ദ്ര സയൻസ് ആൻഡ് ടെക്നോളജി വകുപ്പ് രൂപീകൃതമായത്, അല്ലെങ്കിൽ കേന്ദ്ര സയൻസ് ആൻഡ് ടെക്നോളജി ഡിപ്പാർട്ട്മെന്റ് രൂപീകൃതമായത്. DST രൂപം കൊണ്ട സമയത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി.
ഇന്ദിരാഗാന്ധിയാണ് DST രൂപം കൊണ്ട സമയത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി. DST എന്നുള്ളതിൻ്റെ പൂർണ്ണ രൂപമാണ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി. ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി എന്നാണ് DSTയുടെ പൂർണ്ണരൂപം. ആദ്യത്തെ കേന്ദ്ര സയൻസ് ആൻഡ് ടെക്നോളജി വകുപ്പ് മന്ത്രി ആരായിരുന്നു? സി സുബ്രഹ്മണ്യം ആയിരുന്നു ആദ്യത്തെ കേന്ദ്ര സയൻസ് ആൻഡ് ടെക്നോളജി വകുപ്പ് മന്ത്രി. നെക്സ്റ്റ്, കേന്ദ്ര സയൻസ് ആൻഡ് ടെക്നോളജി വകുപ്പ് മന്ത്രിയായ ആദ്യ മലയാളി ആരായിരുന്നു? വയലാർ രവി ആയിരുന്നു കേന്ദ്ര സയൻസ് ആൻഡ് ടെക്നോളജി വകുപ്പ് മന്ത്രിയായ ആദ്യത്തെ മലയാളി. നിലവിലെ കേന്ദ്ര സയൻസ് ആൻഡ് ടെക്നോളജി വകുപ്പ് മന്ത്രി ആരാണ്? ഡോക്ടർ ഹർഷ് വർദ്ധനാണ് നിലവിലെ കേന്ദ്ര സയൻസ് ആൻഡ് ടെക്നോളജി വകുപ്പ് മന്ത്രി. ദേശീയ ശാസ്ത്രീയ ദിനം എന്നാണ്? ഫെബ്രുവരി 28-നാണ് ദേശീയ ശാസ്ത്ര ദിനമായിട്ട് ആചരിക്കുന്നത്. 2021 ദേശീയ ശാസ്ത്ര ദിനത്തിൻ്റെ പ്രമേയം അല്ലെങ്കിൽ തീം എന്തായിരുന്നു? ഫ്യൂച്ചർ ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി. ഫ്യൂച്ചർ ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ഇന്നൊവേഷൻ ഇമ്പാക്ട്സ് ഓൺ എഡ്യൂക്കേഷൻ സ്കിൽ ആൻഡ് വർക്ക്. ഇതായിരുന്നു 2021 ദേശീയ ശാസ്ത്ര ദിനത്തിൻ്റെ തീം എന്ന് പറയുന്നത്. 2021 ദേശീയ ശാസ്ത്ര ദിനത്തിൻ്റെ തീമാണ് ഫ്യൂച്ചർ ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ഇന്നൊവേഷൻ ഇമ്പാക്ട്സ് ഓൺ എഡ്യൂക്കേഷൻ സ്കിൽ ആൻഡ് വർക്ക്. നെക്സ്റ്റ്, 2020 ദേശീയ ശാസ്ത്ര ദിനത്തിൻ്റെ പ്രമേയം എന്തായിരുന്നു? വുമൺ ഇൻ സയൻസ്. 2020 ദേശീയ ശാസ്ത്ര ദിനത്തിൻ്റെ പ്രമേയം എന്തായിരുന്നു? വുമൺ ഇൻ സയൻസ്. ഇന്ത്യാസ് ഇന്നൊവേഷൻ ഇൻഡെക്സ് തയ്യാറാക്കുന്നത് ആരാണ്? നീതി ആയോഗിൻ്റെ നേതൃത്വത്തിലാണ് ഇന്ത്യാസ് ഇന്നൊവേഷൻ ഇൻഡെക്സ് തയ്യാറാക്കുന്നത്. ഇന്നൊവേഷൻ ഇൻഡെക്സ് സൂചികയിൽ കേരളത്തിൻ്റെ സ്ഥാനം എത്രയാണ്? 5ാം സ്ഥാനം. 5ാം സ്ഥാനത്താണ് ഇന്നൊവേഷൻ ഇൻഡെക്സിൽ കേരളത്തിൻ്റെ സ്ഥാനം. നീതി ആയോഗ് തയ്യാറാക്കിയ ഇന്നൊവേഷൻ ഇൻഡെക്സിൽ 1ാം സ്ഥാനത്തുള്ള സംസ്ഥാനം ഏതാണ്? കർണാടകയാണ് നീതി ആയോഗ് തയ്യാറാക്കിയ ഇന്നൊവേഷൻ ഇൻഡെക്സിൽ 1ാം സ്ഥാനത്തുള്ള സംസ്ഥാനം. രണ്ടാമത്തെ സ്ഥാനം മഹാരാഷ്ട്രയ്ക്കാണ്. 2ാം സ്ഥാനം മഹാരാഷ്ട്ര. നീതി ആയോഗ് തയ്യാറാക്കിയ ഇന്നൊവേഷൻ ഇൻഡെക്സിൽ 1ാം സ്ഥാനത്തുള്ള കേന്ദ്ര ഭരണ പ്രദേശം ഏതാണ്? ഡൽഹിയാണ് നീതി ആയോഗ് തയ്യാറാക്കിയ ഇന്നൊവേഷൻ ഇൻഡെക്സിൽ 1ാം സ്ഥാനത്തുള്ള കേന്ദ്ര ഭരണ പ്രദേശം. ഇവിടെ 2ാം സ്ഥാനത്തുള്ള കേന്ദ്ര ഭരണ പ്രദേശമാണ് ചണ്ഡീഗഡിനാണ് 2ാം സ്ഥാനം. 2020 ആഗോള ഇന്നൊവേഷൻ ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 48. 2020 ആഗോള ഇന്നൊവേഷൻ ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 48. 2019 ആഗോള ഇന്നൊവേഷൻ ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 52. 2019 ആഗോള ഇന്നൊവേഷൻ ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 52. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിവിടെ 35 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുക. അതേപോലെ PSCക്ക് പ്രിപ്പയർ ചെയ്യുന്ന മറ്റു ഉദ്യോഗാർത്ഥികൾക്ക് കൂടി ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക.
അപ്പോൾ ഇതിൻ്റെ സയൻസ് ആൻഡ് ടെക്നോളജിയുടെ പാർട്ട് 2 വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ താങ്ക് യു.